ജി ടി എഡ്യൂക്കേഷൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത് മാത്സിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു 2021 ക്വസ്റ്റ്യനുകൾ 1 തൊട്ട് 4 വരെയുള്ള ചോദ്യങ്ങളായിരുന്നു. ഇന്ന് 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണ്. അതിൽ ഏതെങ്കിലും 4 ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും 3 മാർക്കുണ്ട്. അപ്പോൾ 4ൻ്റെ 3 12 മാർക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അറിഞ്ഞാൽ ഇതുപോലെയുള്ള മറ്റു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈസിയായിട്ട് 12 മാർക്ക് നിങ്ങൾക്ക് നേടാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം ഇതാണ്. ഒരു റെക്റ്റാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. A39 C812 are the coordinates of two opposite vertices of a rectangle whose sides are parallel to the coordinate axis. Coordinates of other two vertices of the rectangle. അപ്പോൾ റെക്റ്റാങ്കിൾ A39 ആണ്, C812 ആണ്. വളരെ എളുപ്പമാണ്. ബിയും ഡിയും കണ്ടുപിടിക്കുക. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ സിയുടെ ഈ x8 ആയതുകൊണ്ട് ഇവിടെ ബിയുടെയും x8 ആയിരിക്കും. ഈ ആക്സിസിൽ നിന്ന് 8 യൂണിറ്റ് അകലെയായിരിക്കും. അതുപോലെ തന്നെ y എന്ന് പറയുന്നത് എയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 0 നിന്ന് 9ലേക്കാണ്. ബിയും അപ്പോൾ 8, 9 ആണ് ഈ ഒരു പോയിന്റ് വരിക. ഇനി അടുത്ത ഡി കണ്ടുപിടിക്കാം. ഇവിടെ നോക്കൂ, ഡിയുടെ എക്സ് കോർഡിനേറ്റ് 3 ആയിട്ടായിരിക്കും വരാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇവിടെ എന്താണ് ഇതിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എനേക്കാൾ ഇത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ സി നിൽക്കുന്ന അതേ ഉയരം തന്നെയാണ്. അത് 12 ആണ്. അപ്പോൾ 312. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ. ഇനി റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് കാണാനാണ്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നതിൻ്റെ x ഉണ്ട്, 8 - 3 5 വരും. y എന്ന് പറയുന്നത് 12 - 9 വരും, 3 വരും. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ്, ഡ്രോ എ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ ഓൺ ദി സർക്കിൾ ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് 40 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. അപ്പോൾ ഈ ചോദ്യം കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിലൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഓൺ ദി സർക്കിൾ, ഈ സർക്കിളിലായിരിക്കണം ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിന് 2 ആംഗിൾസ് 40യും 60യും ആയിരിക്കണം. ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് അത് റേഡിയസ് ആയിട്ടുള്ളൊരു സർക്കിൾ വരയ്ക്കുക. ഇനി സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു റേഡിയസ് വരയ്ക്കാം. ആ റേഡിയസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ റേഡിയസ് ഉപയോഗിച്ചിട്ട് നമ്മൾ 40 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡബിൾ 80 ഡിഗ്രി എടുത്തിട്ട് ഒരു ആംഗിൾ വരയ്ക്കുക. അപ്പോൾ ഈ റേഡിയസ് എടുത്തു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് 80 ഡിഗ്രി നമുക്ക് വന്നു. ഇനി എന്ത് ചെയ്യണം, അടുത്തത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളെന്താ, ഈ കിട്ടിയ റേഡിയസിൻ്റെ അവിടെ നിന്ന് ഡബിളായിട്ടുള്ള 60ക്ക് ഡബിളായിട്ടുള്ള 120 ഡിഗ്രി എടുത്തിട്ട് അടുത്ത ഒരു ഇതും കൂടി വരയ്ക്കുക. അപ്പോൾ അതും ഒരു ഇത് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ 3 ലൈനുകളും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് വരച്ചാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിൻ്റെ ഇത് 30 ഡിഗ്രി 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 7ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ഹൂസ് പെരിമീറ്റർ ഈസ് 80 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഏരിയ 351 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് വേറെ 1-2 ചോദ്യങ്ങൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 80 തന്നിട്ടുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2 × L + B ആണ്. ഇനി അത് വെച്ചിട്ട് അതിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ പറയണം അതിൻ്റെ ഏരിയ 351 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഓഫ് ദ സൈഡ്സ്, അതായത് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ 2 × L + 80 ആണ്. അപ്പോൾ അതിൽ നിന്ന് L + B എന്ന് പറയുന്നത് 40 കിട്ടും. കാരണം ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കുന്ന ഇവിടെ വരുമ്പോൾ നമ്മൾ സമത്തിൻ്റെ പുറത്ത് 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ L + B 40. അപ്പോൾ ഇതിൽ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ x ആയിട്ട് എടുത്താൽ ബ്രെഡ്ത്ത് 40 - x ആണ്. ഇനി എന്താ തന്നേക്കുന്നത്, ഏരിയ 351 ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. x ആണ്, ബ്രെഡ്ത്ത് 40 - x ആണ്. അപ്പോൾ x × 40 - x = 351. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കിതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അപ്പോൾ 40 × x 40x - x² = 351 എന്ന് കിട്ടാം. അപ്പോൾ ഇവിടെ നമുക്ക് 40x - x² = 351 എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു മൈനസ് കൊണ്ട് ഇക്വേഷൻ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -40 അത് 4 + 40x - 40x ആയിട്ട് മാറും. -x² + x² ആയിട്ട് മാറും. 351 - 351 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതാണ് x² - 40x = -351. ഇനി നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ ഇത് ഇക്വേഷൻ ഫോർമാറ്റിൽ കിട്ടി. ഇത്
മെത്തേഡ് ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ -350 ഇങ്ങോട്ട് എടുത്തിട്ട് x² - 40x + 351 = 0 എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ x = -+or - -√b²-4x/2a വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ കിട്ടും. പക്ഷേ 351 വലിയ നമ്പർ ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് നല്ല ഐഡിയ ആണ്. ഇവിടെ വരുന്ന നമ്പർ 351 ആണ്. അപ്പോൾ അതും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. പിന്നെ നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം. അത് വളരെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇവിടെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. x² - 40x = -351. അപ്പോൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻ്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. അപ്പോൾ x² - 40x എക്സിൻ്റെ കോയഫിഷ്യൻ്റെ 40 ആണ്, -40 ആണ്. -40യുടെ പകുതി -20 ആണ്. -20യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് ഇവിടെ +20² എന്ന്. നമുക്ക് ശരിക്കും ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിലിട്ട് -20² എന്നാണ്, -20² എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ -351 + -20². അപ്പോൾ നമുക്ക് എങ്ങനെയായാലും അത് പോസിറ്റീവ് ഡിജിറ്റ് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ x² - 40x + 20² എന്ന് പറയുന്നത് നമുക്ക് a - b² എന്നുള്ള ആ ഫോമിലാണ് വരിക. ദാറ്റ് ഈസ് x - 20². a - b² എല്ലാവർക്കും അറിയാം, a² - 2ab + b². അപ്പോൾ x² - 40x + 20² x - 20² എന്ന് എഴുതാം. ഇനി -351 + 20², ദാറ്റ് ഈസ് -351 + 400 എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. 400, അപ്പോൾ 20യുടെ സ്ക്വയർ 400 ആണ്. 400ൽ നിന്ന് 351 കുറയ്ക്കണം. അപ്പോൾ വലിയ നമ്പർ പോസിറ്റീവാണ്. ഡിഫറൻസ് കൊണ്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കുന്ന പോലെ നെഗറ്റീവ് പോസിറ്റീവാണ്. അപ്പോൾ എന്താണ് വരിക, അപ്പോൾ 49 ആണ് വരിക. 400 വലുതായതിന് +49 വരും. ഇനി എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് ഇതിന് രണ്ടിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ x - 20² റൂട്ട് എന്ന് പറയുന്നത് x - 20 ആണ്. 49ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x = 7 + 20, -20 അപ്പുറത്തേക്ക് +20 വരും. x = 27 കിട്ടും. അപ്പോൾ ലെങ്ത്ത് നമുക്ക് 27 കിട്ടി. ഇനി ലെങ്ത്ത് നമ്മളിതിൽ l + bയിൽ 40 ആണ് ലെങ്ത്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, b എന്ന് പറയുന്നത് 40 - 27, ദാറ്റ് ഈസ് 13. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് നമുക്ക് 3 മാർക്സ് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം, 4, 11 are the coordinates of the two line, top of the line, find the equation of the line. അപ്പോൾ നമുക്കറിയാം 4, 5, 8, 11 എന്നുള്ളത് ഒരു ലൈനിലെ രണ്ട് കോർഡിനേറ്റ്സ് ആണ്. ഇതിൻ്റെ സ്ലോപ്പ് കാണണം. വളരെ സിമ്പിളാണ് സ്ലോപ്പ് കാണാൻ. y2 - y1 / x2 - x1. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ 4, 5 x1 y1 ആയിട്ട് എടുക്കുക, മറ്റേത് x2 y2 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സ്ലോപ്പ് നമുക്ക് കിട്ടും, അങ്ങനെ കിട്ടും. 11 - 5 / 8 - 4, ദാറ്റ് ഈസ് 6/4. അപ്പോൾ നമ്മൾ ചെറുതാക്കുമ്പോൾ 3/2 കിട്ടും. ഈ ലൈൻ്റെ ഇക്വേഷൻ കാണണം. അപ്പോൾ നമുക്ക് രണ്ട് പോയിൻറ്റ്സ് തന്ന ലൈൻ്റെ ഇക്വേഷൻ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. y - y0 = m × x - x0. ഇവിടെ x0 എന്ന് വരിക. ഓക്കെ, 0 അല്ല, ഇവിടെ x0 ആണ് വരിക. ഇല്ലെങ്കിൽ y2 - y1 = m × x2 - x1. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ആദ്യത്തേന് നിങ്ങൾ എന്ത് ചെയ്യാം, y - y0 എന്നുള്ളത് നമുക്ക് 4 ആയിട്ട് എടുക്കുക. അപ്പോൾ y - 4 = m, സ്ലോപ്പ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. x - x0 8 ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇക്വേഷൻ നമുക്കിവിടെ ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ നമ്മളവിടെ ബേസിക് മൾട്ടിപ്ലിക്ക് ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനൊരു വീഡിയോ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, sixth term of an arithmetic sequence is 46. Its common difference is 8. What is the 16th term? Arithmetic sequence ചോദ്യമാണ്. ആറാമത്തെ ടേം തന്നിട്ടുണ്ട്, അത് എത്രയാണ്, 46. അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് d എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കണത്, 16th ടേം കാണാനാണ് പറയുന്നത്. 16th ടേം x16 എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 6th ടേമാണ് 46. അപ്പോൾ 16th ടേമിന് നമുക്ക് ഇങ്ങനെ എഴുതാം, 46 + 10 × 8. അതെങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കാരണം 6th ടേമിന് ശേഷം 10 ടേം കഴിഞ്ഞാലാണ് 16ാമത്തെ ടേം വരിക. അപ്പോൾ 6th ടേം + 10 × കോമൺ ഡിഫറൻസ്. അപ്പോൾ 46 + 10 × 8, അപ്പോൾ കോമൺ ഡിഫറൻസ് 8 ആണ്. 46 + 80 126 കിട്ടും. ഇനി 21th ടേം ഇതുപോലെ തന്നെ കാണാം. നമുക്ക് x21 = ഇപ്പോൾ 126 ആണ് നമുക്ക് 16th ടേം കിട്ടിയത്. 16th ടേമിന് ശേഷം 5 ടേംസ് കഴിയുമ്പോഴാണ് 21th ടേം വരിക. അപ്പോൾ നമുക്ക് എന്ത് വരും, 16th ടേമായിട്ടുള്ള 121 + 5 × 80, ദാറ്റ് ഈസ് 40, 166. അപ്പോൾ ആ മാർക്ക് നമുക്ക് ഈസി ആയിട്ട്
കിട്ടും. ഇനി അടുത്ത ചോദ്യം, ദ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ആർ 9 സെൻറ്റിമീറ്റേഴ്സ്, 12 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 15 സെൻറ്റിമീറ്റേഴ്സ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, കാൽക്കുലേറ്റ് ഇൻ റേഡിയസ് ഓഫ് ദ. ഈ ചോദ്യം ഓൾറെഡി നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഏരിയ കാണാനുള്ള വളരെ എളുപ്പമാണ്. ഹാഫ് ബി എച്ച് ആണ് റൈറ്റ് ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഹാഫ് ബി എച്ച് കൊടുക്കും, നമുക്ക് ഹാഫ് ഇൻറ്റു 9 ഇൻറ്റു 12. അപ്പോൾ നമുക്ക് 12 വെട്ടി ചെറുതാക്കണമെങ്കിൽ 12 6 പ്രാവശ്യം 2 2 ഒരു പ്രാവശ്യം 6 × 9 54 സ്ക്വയർ സെൻറ്റിമീറ്റർ വരും. ഇതിൻ്റെ റേഡിയസ്, കാൽക്കുലേറ്റ് റേഡിയസ് ഓഫ് ദ കാൽക്കുലേറ്റ് ഇൻ റേഡിയസ് ഓഫ് ദ. അപ്പോൾ ചിലവർക്ക് വളരെ കൺഫ്യൂഷൻ വരും, ട്രയാങ്കിളിന് എവിടെയാണ് റേഡിയസ്. ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഇൻസർക്കിൾ വരയ്ക്കുമ്പോഴുള്ള റേഡിയസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഏരിയ ബൈ എസ് ആണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 54 ആണ്. എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ഇപ്പോൾ സെമി പെരിമീറ്റർ കാണണമെങ്കിൽ അതിൻ്റെ 3 സൈഡും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 സൈഡും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഒരു സൈഡ് 1259 ആണ് വരുന്നത്. 3 സൈഡും കൂടി കൂട്ടുമ്പോൾ 36/2, അപ്പോൾ 18 വരും. 54/18 3 കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വിടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സിനെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ തന്നെ ഇതിലുള്ള സോൾവ് ചെയ്ത വീഡിയോസ് ഉണ്ട്. മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇതേപോലെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ല, അതും കൂടി നോക്കുക. അങ്ങനെ എല്ലാവർക്കും മാത്സിന് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും മാത്സ് പരീക്ഷയിൽ പാസ്സാവട്ടെ. മാക്സിമം മാർക്ക് 80 ഔട്ട് ഓഫ് 80 കുറേ ആൾക്കാർക്കെങ്കിലും കിട്ടട്ടെ. അതിന് നമ്മുടെ ചാനൽ സഹായകരമായിട്ട് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റെൻസ് സൈനിങ് ഔട്ട്.